ഹലോ ഗൈസ്, വെൽക്കം ടു അബി വ്ളോഗ്സ്. നമ്മൾ ഇന്ന് റിവ്യൂ വീഡിയോ ആണ് ചെയ്യാൻ പോണത്. ആക്ച്വലി ഞാൻ ഈ വീഡിയോ ഇന്നലെ രാത്രി എടുത്തതാണ്. മൈക്കിന്റെ ഒരു ഇതുണ്ട്, ഫോണിൽ കൊടുക്കുന്ന സാധനം, അത് ഞാൻ കൊടുത്തപ്പോൾ ലൂസായിപ്പോയി. ഞാൻ ശ്രദ്ധിച്ചില്ല, അങ്ങനെ ഓഡിയോ ഒന്നുമില്ല എൻ്റെ അകത്ത്. സോ ഞാൻ രാവിലെ എണീച്ച് വീണ്ടും ആ വീഡിയോ എടുക്കുകയാണ്. രാവിലെ എണീച്ച് നമ്മളെ സ്ഥിരം സ്പോട്ടിൽ നിന്ന് വീഡിയോ എടുക്കാൻ നിൽക്കുമ്പോൾ കറണ്ട് ഇല്ല. പിന്നെ അത്യാവശ്യം വെളിച്ചമുള്ള എൻ്റെ റൂമിൽ മാത്രം. സോ ഞാൻ ഇവിടെ എടുത്താണ് വീഡിയോ എടുക്കണം. Guys, again, okay. Welcome to Abi Vlogs. ഇവിടെ ഇന്ന് ചെയ്യാൻ പോണ ഒരു റിവ്യൂ വീഡിയോ, ഫോൺ റിവ്യൂ, ഫോൺ അൺബോക്സിങ് പ്ലസ് റിവ്യൂ. ആക്ച്വലി അൺബോക്സ് ഒക്കെ ചെയ്ത് നമ്മുടെ ഈ ഫോണൊക്കെ യൂസ് ചെയ്ത് നോക്കി. അതായത് ഒരുപാട് വലിയ യൂസ് ഒന്നുമില്ല, ചെറിയ ചെറിയ യൂസ്. അതായത് ഇനി വേണം ഗെയിമൊക്കെ കളിച്ച് അതിൻ്റെ കുഴപ്പമില്ല. നമുക്ക് ഈ ഫോണിൻ്റെ അതിൻ്റെ 2-3 വീഡിയോസ് ഇനി വാർന്നുണ്ട്. ഞാൻ ഫോൺ ടെസ്റ്റ് ചെയ്യാൻ വെളിയിലോട്ടൊക്കെ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് വീഡിയോ ഓഡിയോ ഇല്ല എന്നുള്ള കാര്യം കണ്ടത്. അതുകൊണ്ട് ഞാൻ രാവിലെ ഉറക്കം എണീച്ച് ഉടനെ ഞാൻ വീഡിയോ ചെയ്യും. ആൻഡ് ഹിയർ ഗോസ് ടു IQ Neo 10. അതായത് നമ്മളെ ആമസോണിന്റെ ഫെസ്റ്റിവലിന്റെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എടുക്കാൻ ചാൻസ് ഉള്ള ഫോൺ IQ Neo 10. ഞാൻ വാക്ക് പാലിച്ചിട്ടുണ്ട്, ഞാൻ സാധനം വാങ്ങിച്ചിട്ടുണ്ട്. ആൻഡ് ഇത് ഞാൻ വാങ്ങിച്ചത് ടോപ്പ് വേരിയന്റ് ആണ്. ഞാൻ വേറൊരു ഫോൺ കൂടെ വാങ്ങിച്ച്, അത് വേറൊരാൾക്ക് വേണ്ടിയിട്ട്. പെട്ടി തുറക്കുമ്പോൾ പെട്ടിക്കുള്ളിൽ ഒരു പാണ്ടൻ ഫോൺ. ആക്ച്വലി നല്ല കിട്ടൺ ഡിസ്പ്ലേ. അതായത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോണിന് സെയിം ഡിസ്പ്ലേ ആണ്. 6.7 ഇഞ്ചിന്റെ നല്ല കിട്ടിലൻ ഡിസ്പ്ലേ. ഫസ്റ്റ് ഫോൺ വെക്കുന്നു, മാറ്റിക്കുന്നു. സാധനം മാറ്റുമ്പോൾ ഉള്ളിലൊരു കേസ്. ആക്ച്വലി ഈ കേസ് എനിക്ക് ഇഷ്ടപ്പെട്ട കേട്ടോ. എന്നുവെച്ചാൽ നമ്മൾ നോർമലി പറഞ്ഞ കേസ് പോലും ഇല്ല, പക്ഷെ കുറച്ചും കൂടെ ഒരു ക്വാളിറ്റി അല്ല, കുറച്ചും കൂടെ ഒരു ലുക്ക് ഉണ്ട് ഇതിന് സാധാരണ പറഞ്ഞ കേസിനെക്കാട്ടി. പിന്നെ നമ്മുടെ സിം എഡിറ്റിംഗ് ടൂള് അതിപ്പോൾ ഇവിടെ വന്നു, മാറ്റിയേക്കാം. പിന്നെ ആവശ്യമില്ലാത്ത കുറച്ച് സ്റ്റിക്കേഴ്സ്, നമ്മളെ കൊച്ചു പുസ്തകം. ഇതിന്റെ ഒരു ബുക്കും കൂടെ ഉണ്ടായിരുന്നു, ഞാൻ ഇവിടെ കൊണ്ട് കളഞ്ഞു. നെക്സ്റ്റ് അടുത്തതാണ് ദ ഗെയിം ചേഞ്ചർ അൺപ്രെഡിക്റ്റബിൾ എന്ന് പറയുന്നത്. 120 വാട്ട്സിന്റെ സൂപ്പർ ഫ്ലാഷ് 120 വാട്ട്സിന്റെ ഫ്ലാഷ് ചാർജർ. ഇതിന്റെ പുറത്ത് എഴുതിയിട്ടുണ്ട് 120 വാട്ട്. അവിടെ നിങ്ങോട്ട് വെളിച്ചെടുക്കുന്നതുകൊണ്ട് കാണില്ല. പിന്നെ ഒരു C-to-C കേബിൾ. ഇത് ആക്ച്വലി PD ആണ്. എന്നുവെച്ചാൽ നമ്മളെ അതിന്റെ പേര് ഞാൻ ഉറക്കപ്പിച്ചിരിക്കുന്നതുകൊണ്ട് ഓർമ്മയില്ല. എന്നുവെച്ചാൽ ഇത് വെച്ച് നമുക്ക് എല്ലാം ചാർജ് ചെയ്യാം. അതായത് എനിക്ക് വേണമെങ്കിൽ എൻ്റെ ഇയർബഡ്സ് ചാർജ് ചെയ്യാം, എൻ്റെ മൈക്ക് ചാർജ് ചെയ്യാം, എൻ്റെ ഇരിക്കുന്ന ചപ്പ് ചവറ് സാധനങ്ങൾ C-ടൈപ്പ് ഉള്ള എന്തിന് വേണോ എനിക്ക് വെച്ച് ചാർജ് ചെയ്യാം. ബട്ട് ഈ അഡാപ്റ്റർ വെച്ച് നിങ്ങൾ കുഞ്ഞു സാധനം ചാർജ് ചെയ്യാൻ നിൽക്കരുത്. അതായത് 2 ആംപിയറിന് താഴെ പഴയ C-ടൈപ്പ് സാധനങ്ങളുണ്ട്, അതൊന്നും ചാർജ് ചെയ്യിക്കൽ ചിലപ്പം വെടി കേൾക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ മാറ്റി വെച്ച് നേരെ ഫോണിലോട്ട് ഇറക്കാം. ഫോൺ അല്ലേ, കവറിലോട്ട് മറ്റോട്ടെ. അല്ല, കിഡില്ല ഫോൺ. നമ്മളെ അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ്, ഫേസ് ഡിറ്റക്ഷൻ ഒക്കെ, അത് ഫേസ് ലോക്ക് ഒക്കെ സൂപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒക്കെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ എടുത്തത് 16GB 512 ആണ്. അതായത് IQ Neo 10 ടോപ്പ് വേരിയന്റ് സാധനം. 38,000 സംതിങ് എന്താണ് നമ്മളെ ഫെസ്റ്റിവൽ ടൈമിൽ കിടന്നത്. പിന്നെ കാർഡ് ഓഫറും കൂടെ കഴിഞ്ഞിട്ട് 36 സംതിങ്, അതാണ് വില. ഞാൻ സ്ക്രീനൊക്കെ എന്ന് പറഞ്ഞാൽ ഒഴുകുക എന്ന് വെച്ചാൽ നമ്മള് എന്തെങ്കിലുമൊക്കെ വേണ്ട സുഖമായിട്ട് പോയാൽ. അത് 144 Hz ഒക്കെ ഇട്ടാ ഇങ്ങനെ വെള്ളം ഒഴുകണ പോലെ ഒഴുകും, അമ്മാതിരി കിട്ടുന്ന സാധനം. ആൻഡ് സ്നാപ്ഡ്രാഗൺ 8S Gen 4 ചിപ്സെറ്റ്. ഗെയിമിംഗ് ഒക്കെ ഒന്നും നോക്കണ്ട, കിഡിലായിട്ട് കിടക്കും. 144 Hz ഒക്കെ നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടും. ആൻഡ് അതിൻ്റെ അകത്ത് തന്നെ BGMI എടുക്കുമ്പം മറ്റേ അൾട്രാ എക്സ്ട്രീം ഗ്രാഫിക്സ് ഒക്കെ അൾട്രാ എക്സ്ട്രീം വരെയൊക്കെ കിട്ടും. ആൻഡ് ഇത് ഗെയിമിംഗ് ഓറിയന്റഡ് ആയിട്ടുള്ള നോക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, കണ്ണും പൂട്ടി എടുക്കാം. അതായത് 7000 mAh ബാറ്ററി. അതായത് 7000 mAh ബാറ്ററി എന്ന് പറയുമ്പോൾ
നിങ്ങൾക്ക് ഒരു 2-3 മണിക്കൂറൊക്കെ സുഖമായിട്ട് ഗെയിം കളിക്കാം. 3 അല്ല 4-5 മണിക്കൂറൊക്കെ സുഖമായിട്ട് ഗെയിം കളിക്കാം. പബ്ജി കളിക്കുന്നവരാണെങ്കിൽ ഫുൾ ഗ്രാഫിക്സ് ഇട്ടാണെങ്കിൽ 4-5 മണിക്കൂറൊക്കെ ഗെയിം കളിച്ചു, ഒരു കുഴപ്പമില്ല. ആൻഡ് ക്യാമറ 3 ക്യാമറയാണ് മൊത്തത്തിലുള്ളത്. ബാക്കില് 50 MB സോണിയുടെ ഒരു 50 MB ക്യാമറ ആൻഡ് 8 MB അൾട്രാ വൈഡ് ക്യാമറ. ഫ്രണ്ടിൽ 32 MB സെൽഫി ക്യാമറ. ആക്ച്വലി എനിക്ക് ഇതിൻ്റെ അകത്ത് ക്യാമറയ്ക്കകത്ത് ഇഷ്ടപ്പെട്ട 3 ഓപ്ഷൻസ് ഉണ്ട്. ക്യാമറ, പോർട്രേറ്റ്, സ്നാപ്ഷോട്ട്. സൂപ്പർ സാധനം എന്ന് വെച്ചാൽ സൂപ്പർ സാധനം. ഞാൻ ഈ ഫോൺ ഇന്നലെ കിട്ടിയത്. ഞാൻ ഇന്നലെ വീഡിയോ എടുത്തത് എക്സൈറ്റ്മെന്റ് കാരണം ഞാൻ എല്ലാം പറയാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പിന്നെ അതിൻ്റെ അകത്ത് ഓഡിയോ ഇല്ല, അതുകൊണ്ട് പിന്നെ ഞാൻ ഒന്നും കൂടി എടുക്കണം. കിട്ടില്ല സാധനം വെച്ചാൽ. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. ഞാൻ ഇപ്പൊ കാണിക്കുന്ന ആ ഫോട്ടോ ഞാൻ സ്നാപ്ഷോട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇട്ടിട്ട്, അത് കുറച്ച് വൈഡായിട്ട് കിട്ടുന്നേ. ബട്ട് ഞാൻ ആ ഓപ്ഷൻ ഇട്ടിട്ട് അടുത്തൊന്നെടുത്തപ്പം അല്ല ക്ലിയർ ഫോട്ടോ എന്നുവെച്ചാൽ നമ്മൾ എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടു. ക്യാമറ പെർഫോമൻസ്. ഇപ്പൊ അടുത്തൊരു ഫോട്ടോ കാണിച്ചു, അത് ഞാൻ പോർട്രേറ്റിൽ ഇട്ടെടുത്ത. പോർട്രേറ്റ് ഒക്കെ കിട്ടില്ല, പോർട്രേറ്റ് കിട്ടണം. ഇപ്പൊ ഞാൻ ഒരെണ്ണം കാണിച്ചിട്ടു, അതും പോർട്രേറ്റിൽ എടുത്ത. ആൻഡ് ഇത് ഞാൻ വെറുതെ ഫോട്ടോയിൽ ചുമ്മാ എടുത്ത് വെച്ച് ക്ലിക്ക് ചെയ്ത ഒരു സാധനമാണ്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ക്യാമറ വൈസ് സൂപ്പർ, ഗെയിമിംഗ് വൈസ് സൂപ്പർ, പെർഫോമൻസ് വൈസ് സൂപ്പർ. ആൻഡ് അങ്ങനെ വേറെ ഒന്നും പറയില്ല. നിങ്ങൾ ഒരു 30,000 രൂപയ്ക്ക് 32,000 രൂപയ്ക്ക് അകത്താണെങ്കിൽ ഇതിന്റെ കുറഞ്ഞ വേരിയന്റ് കിട്ടും, 8GB 128. നിങ്ങൾ അതെടുത്താലും ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് നിങ്ങളെ ആവശ്യങ്ങൾ നടന്നു പോകും. അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. നിങ്ങളെ ആവശ്യങ്ങൾ നടന്നു പോകും. ആൻഡ് എനിക്ക് ഇത്രയൊക്കെ ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ സ്പെക്സ്. മനസ്സിലായല്ലോ. എനിക്ക് എന്തോ രാവിലെ എണീച്ച ഒരുപാട് രീതികൾ. ഓക്കെ, അപ്പൊ ഞാൻ ഇതിന്റെ ബാക്കി അപ്ഡേറ്റ്സ് വരും വീഡിയോകളിൽ തന്നുകൊണ്ടിരിക്കുക. അപ്പം ടാറ്റ ബൈ. നമ്മള് 100 സബ്സ്ക്രൈബേഴ്സ് അടുത്തോണ്ടിരിക്കുകയാണ്. 100 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ മാക്സിമം ഞാൻ ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ട്, മാക്സിമം ഞാൻ നടത്താം. ഡിസംബറിന് മുമ്പ് 100 സബ്സ്ക്രൈബേഴ്സ് അടിക്കുകയാണെങ്കിൽ ജാനുവരിയിൽ 2026 ജാനുവരിയിൽ ആ സാധനം നടത്താം. ഒരു മാറ്റവും ഇല്ല. ആൻഡ് വീഡിയോ കാണുന്നവർ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. 100 വരാൻ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കൂടെ മതി. ബാക്കി കാര്യങ്ങൾ അടുത്തിട്ട് ഞാൻ ഗെയിമൊക്കെ കളിച്ചു നോക്കിയിട്ട് വരാം. ഞാൻ കളിച്ചൊന്നും നോക്കില്ല. അപ്പം ഗെയിമൊക്കെ കളിച്ചു നോക്കി അതിന്റെ വീഡിയോ ഒക്കെ ഞാൻ പറ്റും. നിങ്ങൾ എടുക്കണമെങ്കിൽ കുഴപ്പമില്ല, ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടിരിക്കാം. സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്.